അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബീഉൽ ആഖിർ മാസം, പുണ്യമായ റബീഉൽ ആഖിർ മാസത്തിന്റെ 13ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 13ാമത്തെ പകലാണ്. മാത്രമല്ല ഒരു പുണ്യമായ ശ്രേഷ്ഠതകളേറെയുള്ള റബീഉൽ ആഖിർ മാസത്തിന്റെ ഒരു തിങ്കളാഴ്ച രാവിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. റബീഉൽ ആഖിർ മാസം പകുതി നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ റഹ്മാനെ. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്തിട്ട് ആഖിറത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന ഒരവസ്ഥ അള്ളാഹുവെ നീ വരുത്തല്ലേ അള്ളാഹ്, കാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. സുന്നത്തായി നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്കൊക്കെ നോമ്പ് പിടിക്കാം ഇൻഷാ അല്ലാഹ്. വലിയൊരു അവസരം കൂടിയാണ്. റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർദായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുന്നു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന രണ്ട് നിയ്യത്തും നമുക്ക് വെക്കാവുന്നതാണ്. പറ്റുന്നവരൊക്കെ സുന്നത്ത് നോമ്പ് പിടിക്കുക. ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന മാസമാണല്ലോ. ഔലിയാക്കന്മാരങ്ങനെ ആവാനുള്ള കാരണം സുന്നത്തായ നോമ്പുകളൊക്കെ അവർ അധികരിപ്പിച്ചിരുന്നു. പരമാവധി പിടിക്കുക, സ്വലാത്ത് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, നിസ്കാരം കൃത്യമാക്കുക, ആരുടെയും കുറ്റവും കുറവൊന്നും പറയണ്ട. നമുക്ക് തന്നെ ഒരുപാട് കുറ്റവും കുറവൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നികത്തുക, ഇബാദത്തുകൾ കൃത്യമാക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസ് തുടങ്ങും. നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, ഒരുപാട് നമ്മൾ മദ്രസ തൊട്ടേ അല്ലെ, നമ്മൾ ചെറുപ്പത്തിലെ സ്വലാത്ത് ചൊല്ലുക എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മളോടൊക്കെ പറഞ്ഞു തരുമ്പോൾ ഈ സ്വലാത്ത നമ്മൾ ചൊല്ലാറുള്ളത് അല്ലെ. ഇപ്പൊ നമ്മുടെ മജ്‌ലിസൊക്കെ കഴിയുമ്പോഴും നമ്മൾ ആ സ്വലാത്ത ചൊല്ല, സാധാരണയുള്ള സ്വലാത്ത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ 10 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും, 10 നന്മകൾ അള്ളാഹു എഴുതും, 10 ദറജകൾ അള്ളാഹു ഉയർത്തും, അതുപോലെ തന്നെ 10 ആവശ്യങ്ങൾ നിറവേറ്റിത്തരും, 10 പ്രതിസന്ധികൾ അള്ളാഹു താല മാറ്റിത്തരും. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് വട്ടം ഈ സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് മഹത്തായ ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരുപാട് ഔലിയാക്കന്മാർ സ്ഥിരമായി പറഞ്ഞിരുന്ന പുണ്യമായ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന പുണ്യമായ ദിക്റാണ്. പറഞ്ഞോ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. നമുക്കൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അതിബൃഹത്തായ മഹത്തായ ഒരു ഇസ്മാണ് യാ ഗഫാറു യാ അല്ലാഹ്, അല്ലേ? ഗഫാർ, പാപങ്ങളൊക്കെ പുറത്തു തരുന്ന റബ്ബേ. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മ ഇസ്തിഗ്ഫാറിലേക്ക് ചേർത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. മഹത്തായ ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ വചനം ഒരുപാട് മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന അതിബൃഹത്തായ മഹത്തായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്, അനുഗ്രഹം. ആ അനുഗ്രഹങ്ങൾ എപ്പോഴും വർദ്ധിപ്പിച്ച് കിട്ടാൻ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. ഏത് അനുഗ്രഹം, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് നിഅമത്ത് നമുക്ക് കിട്ടിയാൽ, നമുക്ക് സന്തോഷമുള്ള എന്ത് കാര്യം ഉണ്ടായാലും അപ്പം പറയണമെന്ത് അൽഹംദുലില്ലാന്ന്, അല്ലേ? അൽഹംദുലില്ലാ. ഇപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്, അപ്പം പറയണം അൽഹംദുലില്ലാ, അല്ലെ? വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്, റാഹത്താൻ, ഒരു സമാധാനം, അപ്പോൾ പറയണം അൽഹംദുലില്ലാ. ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പം ഒരു റാഹത്താൻ, അപ്പോൾ പറയണം അൽഹംദുലില്ലാ. അപ്പം ഏത് സുഖമുള്ള ഒരു സന്തോഷമുള്ള സമയത്തും നമ്മൾ പറയണം. ഇനി സന്തോഷമില്ല, ഒരു സുഖമില്ല എങ്കിലും പറയണം. അപ്പോൾ എന്ത് ചെയ്യും? ആ പ്രയാസം മാറി സന്തോഷം വരും. ഏത് വാക്ക് പറയണം? ഉറക്കെ പറഞ്ഞോ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏത് സമയത്തും അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. അതാണ് ആ വാക്ക്. ഒരുപാട് നേട്ടമുണ്ട്, പറഞ്ഞോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ
kulli hal, alhamdulillahi ala 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 kulli hal. സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാകുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്റിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുള്ള, മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ അതിപ്രധാനപ്പെട്ട 4 വാക്കുകളുണ്ട്. എല്ലാം ചേർത്ത് പറയുന്ന അതിബൃഹത്തായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുണ്യമായ ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. ചൊല്ലുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവേ മാറ്റിത്തരണേ, പ്രയാസങ്ങൾ മാറ്റിത്തരണേ, നല്ല നിയ്യത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരു സ്വലാത്ത് ചൊല്ലിയാലോ ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ നേടിത്തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ ഏത് സ്വലാത്തു ചൊല്ലിയാലും ഒരുപാട് ഗുണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നമ്മുടെ മൗലിദിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഒരു ബൈത്ത്, അത് ബൈത്താണ്, ഒരു സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ, ഉറക്കെ ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കാനുള്ള ദിക്ർ പറഞ്ഞു, നമ്മുടെ മുറാദുകൾ ഹാസിലാവാനുള്ള ദുആ പറഞ്ഞു, അതുപോലെ തന്നെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടി നമ്മുടെ രോഗങ്ങൾ ശിഫയാവാൻ, പ്രയാസ പ്രതിസന്ധികൾ മാറാൻ, ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള എല്ലാ ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറ്റുന്നതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അതൊക്കെ ഓതിയിട്ട് ദുആയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്നത്തെ മജ്ലിസ് ദുആരക്കും. പേരെടുത്ത് പറയണമെന്ന് പലരും പറഞ്ഞു, ആരുടെയും പേരൊന്നും പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. എല്ലാവരെയും മനസ്സിലുണ്ട് ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തിയ നിരവധി ആളുകളുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കുന്നു. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا عليك توكلنا وإليك أنبنا وإليك المصير. رب ارحمهما كما ربياني صغيرا. അർഹമുർറാഹിമീനായ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനേ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ദിക്റിന്റെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും ഒരുപാട് ഉസ്താദുമാരും ഒരുപാട് സയ്യിദന്മാരും ബീവിമാരും ഒക്കെയുള്ള മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുണ്ട്, ഔറാദുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, സ്വലവാത്തുകളുണ്ട്. ഓരോന്നിനും എന്തെല്ലാം ഫലങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. നിനക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ.
പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് വിഷമ പ്രയാസങ്ങൾ ഉള്ളവരാണ്. റഹ്മാനെ നീ എല്ലാ അബദ്ധങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ, വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസായി നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നാളത്തെ മജ്ലിസിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. പടച്ചവനെ, നാളത്തെ ഞങ്ങളുടെ ഈ മജ്ലിസിന് മുമ്പെങ്ങാനും ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ഇത് ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. സ്വർഗപ്രവേശനം നൽകണേ അല്ലാ, നരകമോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഔലിയാക്കന്മാരുടെ മാസത്തിലാണ്. അല്ലാഹുവേ പടച്ചവനെ, ഔലിയാക്കന്മാരോടൊപ്പം ശുഹദാക്കന്മാരോടൊപ്പം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, സഹോദരിമാര്, സഹോദരങ്ങൾ എല്ലാവരോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാര്, സഹോദരങ്ങൾ, അവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്. എല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ലാ. പടച്ചവനെ, രോഗികളുണ്ട്, രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. ക്യാൻസർ പോലെ, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ, ചെറുതും വലുതുമായ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഷുഗറും കൊളസ്ട്രോളും പ്രഷറുമായി, അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ വെരിക്കോസിന്റെ അസുഖമുണ്ട്, വൈറസ് സംബന്ധമായ അസുഖമുണ്ട്, എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ, നരമ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞു, ദുആ വസിയത്ത് പറഞ്ഞു, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വേദനകൾ മാറ്റിത്തരണേ അല്ലാ, സങ്കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ജീവിതത്തിൽ ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ മക്കളെ ആ ദമ്പതിമാർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ അല്ലാഹുവേ സ്വലാഹിയത്ത് തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തണേ അല്ലാ. കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്, സംവിധാനങ്ങൾ മോശമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, എല്ലാ മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ റബ്ബേ, കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കൾ പഠിക്കുന്നവരാണ്, അവരുടെ പഠനത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാ. വിദേശത്തുള്ള ഒരുപാട് പ്രവാസികൾ റഹ്മാൻ ഞങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. അവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ റഹ്മാനെ, കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റി തരണേ അല്ലാ. കടങ്ങൾ വീടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവര്, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവര്, ആ യാത്രകളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പ്രയാസ പ്രതിസന്ധികൾ മാറ്റി എല്ലാവിധ നന്മയും തരണേ അല്ലാ. ലോക മുസൽമാൻ നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഫലസ്തീനിൽ, ഗസയിൽ അല്ലാഹുവേ, ഇന്ത്യൻ മുസൽമാൻ ഉൾപ്പെടെ ആരെല്ലാം എവിടെയെല്ലാം പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. പരിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, അപകട മരണങ്ങൾ, ആപത്തുകൾ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. അല്ലാഹുവേ, നാളെയും ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ജീവിതത്തിൽ ഈമാൻ മുറുകെ പിടിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.
അല്ലാഹു തആല നമ്മളെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.